ಕೈಗಾರಿಕೆ ಹೆಚ್ಚಿನ ಮಾಹಿತಿಗಾಗಿ ಉಪನಿರ್ದೇಶಕರು ಮೈಸೂರು ಅರಮನೆ. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. മൈസൂർ പാലസിലേക്ക് കയറുമ്പോൾ തന്നെ വലതുവശത്തായി നമുക്കൊരു അമ്പലം കാണാം. പിന്നെ നേരെ നമ്മുടെ കണ്ണുടക്കി നിൽക്കുന്നത് മൈസൂർ പാലസിൽ തന്നെയാണ്. കാരണം അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതും പിന്നെ മൈസൂർ പാലസിൻ്റെ നിർമ്മാണവും ഒക്കെ ഒരു അതിമനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ മൈസൂർ പാലത്തിൻ്റെ പുറത്തു നിന്നും അകത്തേക്കുള്ള യാത്രയായി. ചെരുപ്പിട്ടുകൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ പ്രവേശനമില്ല. ചെരുപ്പ് വേറൊരു കവാടത്തിൽ ഊരിയിട്ടിട്ട് വേണം, ഊരി അവർ ഭദ്രമായി നോക്കിക്കോളും, എന്നിട്ട് വേണം നമ്മൾ മൈസൂർ പാലസിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് പണ്ട് രാജാക്കന്മാരുടെ കാലം മുതലേ ഉപയോഗിച്ചിരുന്ന, ഇപ്പോഴും ദസറ ഉത്സവത്തിൽ വെടി പൊട്ടിക്കുന്ന പീരങ്കി നമുക്ക് കാണാം. പിന്നീട് ഒരു വലിയ ഹാളെന്ന് തോന്നിക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ നടന്നു ചെന്ന് കയറുന്നത്. അവിടെ വെള്ള മാർബിളിൽ തീർത്ത പ്രതിമകളും അപ്പുറത്ത് മൈസൂർ പാലസിൻ്റെ ഒരു മിനി മോഡലും വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെയും കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടുള്ള യാത്ര നമ്മൾ കാൽനടയെ തുടരുകയാണ്. ഈ തൂണുകളെല്ലാം ഒറ്റക്കല്ലിൽ തീർത്ത പണ്ടു മുതലുള്ള തൂണുകളാണ്. കൂടാതെ ഈ കെട്ടിടങ്ങളുടെ മുകൾ വശവും അതിമനോഹരമായ കുത്തുപണികളിലൂടെയാണ് ഇവർ. അന്നത്തെ രാജാവിൻ്റെ പ്രധാന വിനോദമായിരുന്നു വേട്ടയാട്. അങ്ങനെ വേട്ടയാടിക്കൊന്ന 2 ആനകളുടെ തല ഇവിടെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുകയാണ്. പിന്നീട് മുന്നിലോട്ട് വരുമ്പോഴത്തേനും ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത കല്ലുകൾ ഉപയോഗിച്ച് കൊട്ടാരത്തിൻ്റെ തറയും ഭിത്തികളും എല്ലാം പണിഞ്ഞിരിക്കുന്നതാണ്. ഈ കല്ലുകളെല്ലാം കരകൗശലം അഥവാ കൈകൾ കൊണ്ട് മനുഷ്യർ നിർമ്മിച്ച കല്ലുകളാണ്. പിന്നെ കൊട്ടാരം കണ്ടുവരുമ്പോഴേക്കും ധാരാളം സുന്ദരന്മാരും അങ്ങനെ പല മനുഷ്യരും അവിടെ നിന്ന് ഫോട്ടോകൾ ചിത്രീകരിക്കുന്നത് കാണാം. ഈ കൊട്ടാരത്തിനുള്ളിലെ ഒരു ഐക്കോണിക് സ്ഥലമാണ് കൊട്ടാരത്തിൻ്റെ അകത്തളം. അകത്തളത്തിൻ്റെ ഫോട്ടോയും മറ്റുമാണ് ആൾക്കാർ കൂടുതലും ചിത്രീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഞാനും അവിടെ പോയി എൻ്റെ ക്യാമറയിൽ 2-3 ക്ലിക്കൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. പണ്ട് രാജാവിൻ്റെ കാലത്ത് ഉപയോഗിച്ച ഫാൻ നമുക്ക് ഒന്നും അവിടെ വർക്കിംഗ് ആണ്. കൊട്ടാരത്തിന് മുന്നിൽ അകത്തളത്തിന് നടുവിലായി ഒരു വലിയ ലൈറ്റ് തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതും ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് രാജാവ്. സുന്ദരിയായ ബാലൻ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. അവിടുത്തെ തൂണുകളും മറ്റും അതിമനോഹരമാണ്. കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ഇതുപോലെ ചെറിയ ഹാളുകൾ പോലെ പലവിധ സ്ഥലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതെല്ലാം കാണുമ്പോൾ സിമിലർ ആയിട്ട് നമുക്ക് തോന്നും. ധാരാളം ആളുകൾ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ തൂണുകളൊക്കെ എന്തോ ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി തൂണുകളാണ്. അത് നമ്മൾ അവിടെ ചെന്ന് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ നിർമ്മിതി കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഈ ലൈറ്റൊക്കെ അന്ന് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തെന്ന് പറയുമ്പോൾ എന്ത് അത്ഭുതമാണ്. ഇതാണ് മോനെ സീൻ. എന്ത് അത്ഭുതമല്ലേ ഈ കാണുന്നത്. കൊട്ടാരത്തിൻ്റെ മേൽക്കൂര ചില്ല് കൊണ്ടുള്ള കളർ ചില്ലുകളെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെയും മറ്റും ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ചെന്ന് കയറുന്നത്. ഇത് എല്ലാം പണ്ട് കാലത്ത് രാജാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് രാജാക്കന്മാർക്ക് പെയിൻറ്റർമാർ അന്ന് പെയിൻറ് ചെയ്ത് കൊടുത്ത ചിത്രങ്ങളും മറ്റുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ രാജാവാണ് ഈ കൊട്ടാരം പണിഞ്ഞത്.
രാജാവിൻ്റെ കുടുംബാംഗങ്ങളുടെ പടമാണ് ഈ മുറിയിലിരിക്കുന്നത്. കൂടാതെ ഇവിടെ രാജാ രവിവർമ്മ വരച്ച രാജാവിൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ ഈ ചിത്രമെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചന്ദനത്തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പലതരം പെട്ടികളും ഭണ്ഡാരങ്ങളും ശില്പങ്ങളുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ വിസ്മയകരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ പിന്നെയും കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വന്ന് ചേർന്നിരിക്കുകയാണ്. വളരെ സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു അത്. ഫോട്ടോയ്ക്കായി പോസ് ചെയ്യുന്ന എന്നെയും അനിയത്തിയായ ബാലാമണിനെയുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നിങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരൻ ജാറാറ. കൊട്ടാരത്തിന്റെ തൂണുകളുടെ അടിത്തറ, അതും ഒരു അവിശ്വസനീയമായ കാഴ്ചയാണ്. അകത്തളത്തിന്റെ പൂർണ്ണമായ വ്യൂ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് കൊട്ടാരത്തിന്റെ അകത്തളം എന്ത് വലിപ്പമാണ്. അതൊക്കെ നമ്മൾ അവിടെ ചെന്ന് കാണേണ്ട കാഴ്ചയാണ്. അവിടെ നിന്ന് നമ്മൾ അകത്തളമൊക്കെ കണ്ട് മുന്നോട്ട് ഇച്ചിരി നടന്ന് നീങ്ങി റെസ്റ്റ് എടുക്കാൻ ഇരുന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അവിടുത്തെ ചെറിയ തൂണുകളിലെ വരെ ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചത്. അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് ഗുസ്തി ഒരു പ്രധാന വിനോദമായിരുന്നു. അപ്പോൾ ഗുസ്തിക്കാരെ കൊണ്ട് ഇവിടെ ഗുസ്തി പിടിപ്പിക്കുകയും അതിൽ ഒരാളുടെ മരണം കാണാതെ ആ ഗുസ്തി അന്ന് തീരുമായിരുന്നില്ല. അങ്ങനെ കുറേ പേരുടെ മരണവും ജയവും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു ഗുസ്തി ഗ്രൗണ്ടാണിത്. രാജാവ് പണ്ടിരുന്ന കസേരയും മറ്റുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വലിയ കസേര, ചെറിയ കസേര എന്നിങ്ങനെയുണ്ട്. കൂടാതെ ഈ കസേരയെല്ലാം വെള്ളിയിലായിരുന്നു നിർമ്മിച്ചിരിക്കുന്നത്. ആനക്കൊമ്പിലാണ് ആ കാണുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഗുസ്തി ഗ്രൗണ്ടിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് എത്തിച്ചേർന്നത്. ഗുസ്തി ഗ്രൗണ്ടിലെ ജനാലകൾക്കിടയിലൂടെ കുറേ പേർ ഫോട്ടോ എടുക്കുന്നു. കൊട്ടാരത്തിനുള്ളിലേക്ക് അടുക്കും തോറും ജനങ്ങളുടെ തിക്കും തിരക്കും വർദ്ധിച്ചു വരികയാണ്. കൂടാതെ നമ്മളുടെ കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റാതെ കിടക്കുന്ന കുറേ വാതിലുകളും ഇവിടുണ്ട്. അതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. ഗുസ്തി ഗ്രൗണ്ടിൻ്റെ കിഴക്ക് നിന്ന് നമ്മൾ പടിഞ്ഞാറേക്ക് കറങ്ങിയെത്തിയിരിക്കുകയാണ്. ഗുസ്തി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൻ്റെ ഇരുവശത്തും വലിയ പുലിയുടെ സ്തംഭങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ കൊട്ടാരത്തിൻ്റെ 2ാം നിലയിലേക്ക് വ്യത്യസ്തമായ കോണിപ്പടികളിലൂടെ കയറിയാണ് പോകുന്നത്. കോണിപ്പടികളുമെല്ലാം വെള്ള മാർബിളിൽ തീർത്തതാണ്. ഇവിടെ നമുക്കൊരു കൊച്ചു മാലാഖയുടെ ചിത്രമല്ല പ്രതിമ കാണാം. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് കൊട്ടാരത്തിൻ്റെ 2ാം നിലയിലേക്ക് കയറി വരുന്ന ഞങ്ങളാണിത്. ഇത് കൊട്ടാരത്തിൻ്റെ തെക്ക് വശത്തെ കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിൻ്റെ 2ാം ഫ്ലോർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആളങ്ങോട്ട് കൂടി വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആള്. കയറിയപ്പോൾ പോലും ഇത്ര ആളില്ലായിരുന്നു അകത്ത്. നമ്മൾ അകത്തോട്ട് വന്നപ്പോഴത്തേന് പിന്നെ പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് മൈസൂർ പാലസിലെ ഏറ്റവും വലിയ ഹാൾ. എൻ്റെ മോൻ, ഇത് വിഷയ ഹാളായിരുന്നു. നിങ്ങൾ നേരിട്ട് പോയി കാണണം ഈ ഹാളിൻ്റെ വലിപ്പവും ഭംഗിയൊക്കെ. എന്നാലേ നിങ്ങൾക്കിത് എന്തുവാണെന്ന് മനസ്സിലാകത്തുള്ളൂ. 4 തൂണുകൾ ഒരുമിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ ഒരു തൂണിൻ്റെ നിർമ്മിതി വരെ. ഈ വലിയ ഹാളിലാണ് രാജസഭ ഒന്ന് കൂടിക്കൊണ്ടിരുന്നത്. പണ്ഡിതന്മാരും പ്രഭുക്കളും രാജാവും എല്ലാവരും കൂടിയിരുന്ന് സഭ കൂടിക്കൊണ്ടിരുന്ന ആ ഹാളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു തൂണൊക്കെ എൻ്റെ പൊന്നോ, ഒരു കിടിലൻ തൂണൊക്കെ അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ തൂണുകളുടെയും ഈ വിശാലമായ ഹാളിനുള്ളിലാണ് അന്ന് രാജാക്കന്മാരൊക്കെ സഭ കൂടിയിരുന്നത്. അവിടുന്ന് നമ്മൾ നേരെ തിരിയുമ്പോൾ കാണുന്നത് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വശമാണ്.
ഫ്രണ്ട് വശത്തെ ഗ്രൗണ്ടും ഗ്രൗണ്ടിലൂടെ നടക്കുന്ന ആൾക്കാരെയും നമുക്ക് അവിടെ കാണാം. കൊട്ടാരത്തിൻ്റെ വിശിഷ്ട ദിവസങ്ങളിൽ ഓരോരോ പരിപാടികൾ നടക്കുമ്പോഴും രാജാവ് ഈ സദസ്സിലിരുന്നുകൊണ്ടാണ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടികളും മറ്റും കണ്ടുകൊണ്ടിരുന്നത്. അന്നത്തെ നൈറ്റ് ലാമ്പൊക്കെയാണ്. ഇരുവശത്തും 2 നൈറ്റ് ലാമ്പ് വീതം സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു റൗണ്ട് തരത്തിൽ ഭൂമിയുടെ ഗ്ലോബ് എന്ന് പോലെ തോന്നിക്കുന്ന നൈറ്റ് ലാമ്പുകളും മറ്റുമാണ്. കൂടാതെ കൈവിരികളും എല്ലാം അതിമനോഹരമാണ്. ഈ കൊട്ടാരം ദ്രാവിഡ ഇൻഡോ സാൽസനിക് പൗരസ്ത്യ റോമൻ ശൈലികളുടെ ആരോഗ്യകരമായ സംയോജനത്തിൻ്റെ ഫലമാണ്. തീപിടുത്തത്തെ തുടർന്ന് 1912 ഈ കൊട്ടാരം പുനർസ്ഥാപിക്കപ്പെട്ടു. രത്നം പതിപ്പിച്ച 200 കിലോഗ്രാം ഭാരമുള്ള സ്വർണ്ണ സിംഹാസനം ദസറ ആഘോഷ വേളയിൽ പ്രദർശിപ്പിക്കാറുണ്ട്. കൂടാതെ ദസറ വേളയിൽ കൊട്ടാരം വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ വർഷത്തിലെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും വൈകുന്നേരം 7 to 8 മണി അല്ലെങ്കിൽ 7:30 to 8:30 ഈ കൊട്ടാരത്തിൽ ലൈറ്റുകൾ പ്രദർശിപ്പിക്കാറുണ്ട്. ഇൻഡോ സാൽസനിക് ശൈലിയിൽ പണിഞ്ഞിരിക്കുന്ന ഒരു വാതിലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. തടികളിൽ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഭഗവാന്റെയും ഭഗവതിയുടെയും പലതരം ഭാവങ്ങളും എല്ലാമാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയും കൂടെയാണ്. ഇവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ പലതരം തടിപ്പണിയും വെള്ളിയിൽ തീർത്ത ഒരു വാതിലും നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ അക്കാലത്തെ VIP ഗസ്റ്റുകളുമായി സഭ കൂടിയിരുന്ന രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഭയായിരുന്നു ഇത്. ഈ സഭ നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം, ആകെ കൂടുതൽ സ്വർണ്ണമയം കലർന്നിരിക്കുന്ന ഒരു വെറൈറ്റി അനുഭവമാണ് ഈ ഒരു ഹാൾ. ഇതാണ് കൊട്ടാരത്തിലെ സിൽവർ ഡോർ എന്നറിയപ്പെടുന്ന വെള്ളി കൊണ്ടുണ്ടാക്കിയ ഡോർ. ഇൻഡോ സാൽസനിക് ശൈലിയിലാണ് ഈ വെള്ളി ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രധാന വാതിലുകളിൽ ഒന്നാണ് ഈ സിൽവർ ഡോർ. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും രൂപഭാവങ്ങൾ ഈ കഥയിലെല്ലാം കൊത്തിവെച്ചിരിക്കുന്നു. തടിയിലെ വിസ്മയങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജാവിൻ്റെ അന്തഃപുരത്തിലേക്കുള്ള വാതിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മൈന്യൂട്ടായിട്ടാണ് ഈ വാതിലിൽ നിന്നോ എല്ലാം കൊത്തിവെച്ചിരിക്കുകയാണ്. ഇതും വെള്ളയിൽ തീർത്തൊരു വാതിലാണ്. അന്തഃപുരത്തിനുള്ളിലെ പലതരം ഡ്രോയികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈജിപ്ഷ്യൻ ശൈലിയിലെ ഒരു സ്ത്രീയുടെ പ്രതിമ നമുക്ക് ഈ കൊട്ടാരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നതായി കാണാം. അങ്ങനെ സെക്കൻഡ് ഫ്ലോർ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെയും കൊട്ടാരത്തിൻ്റെ കാഴ്ചകളെല്ലാം ഓൾമോസ്റ്റ് തീരാറായി എന്ന ഭാഗത്തിൽ പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അങ്ങ് സ്റ്റെപ്പിൽ അങ്ങ് ഇറങ്ങുകയാണ്. എന്നാൽ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡിസൈനും എല്ലാം അതിമനോഹരമാണ്. അവിടെയും ഒരു വലിയൊരു ഫാമിലി കോട്ട് പോലെ ഒരു വാതിൽ നമുക്ക് കാണാം. അങ്ങനെ കറങ്ങി ഞങ്ങൾ 2-3 ഫോട്ടോയൊക്കെ ക്ലിക്ക് ചെയ്ത് കൊട്ടാരത്തിന് മുന്നിൽ വിശ്രമിക്കാനായി വന്നിരിക്കുകയാണ്. കൊട്ടാരത്തിന് മുന്നിൽ നിറയെ ആൾക്കാരും എല്ലാം വന്നു കൂടിയിട്ടുണ്ട്. കൂടാതെ വീഡിയോ ചിത്രീകരണം, റീൽസ് ചിത്രീകരണവും എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇന്നൊരു ഞായറാഴ്ച ആയതിനാൽ ഇന്ന് വൈകുന്നേരം കൊട്ടാരത്തിൽ ലൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്തായാലും വന്നതല്ല എന്ന സ്ഥിതിക്ക് ഞങ്ങൾ ലൈറ്റിംഗ് കൂടെ കണ്ടിട്ടേ പിന്നെ പോണുള്ളൂ എന്ന് കരുതി. ലൈറ്റിംഗ് ഒക്കെ ഒരു കിഡിലം എക്സ്പീരിയൻസ് ആണെന്നാണ് ഇവിടെ ഉള്ളവരുടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ വൈകുന്നേരം ലൈറ്റിങ്ങിന് വരാമെന്ന പ്ലാനിൽ ഞങ്ങൾ ഒരു ചായ തട്ടാനായി ഇറങ്ങിയിരിക്കുകയാണ്.
അങ്ങനെ മൈസൂർ കൊട്ടാരത്തിനകത്തേക്ക് നമ്മൾ നൈറ്റ് ലൈറ്റ് വ്യൂ കാണാനായിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. രാത്രി കാഴ്ചകളെല്ലാം കണ്ട് ഇനി മടങ്ങുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ അടുത്ത പരിപാടി. കൊട്ടാരത്തിൽ ലൈറ്റിംഗ് നടക്കുന്ന സമയത്ത് കൊട്ടാരത്തിൻ്റെ മുൻവശത്തായി ബാൻഡ് മേളവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിമനോഹരമായ ഈ കാഴ്ച നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ്. മൈസൂർ പാലസിലെ ലൈറ്റിംഗ് കാണാനെത്തുന്ന സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികൾ ഇവിടെ നിന്ന് ചിത്രങ്ങളും മറ്റും പകർത്തിയിട്ടാണ് അവർ മടങ്ങാറുള്ളത്. കൊട്ടാരം കാണാനെത്തുന്ന സഞ്ചാരികൾ 350 to 550 വില നിരക്കിൽ നമുക്കിവിടെ ഗൈഡുകളെ ലഭിക്കുന്നതാണ്. ഗൈഡുകളെ കിട്ടുന്നതിൻ്റെ ഗുണമെന്നാൽ കൊട്ടാരത്തിൻ്റെ ഓരോരോ പ്രത്യേകതകളും ഇവിടെ നടന്ന ചരിത്രവും പിന്നെ അടഞ്ഞു കിടക്കുന്ന സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ചില വാതിലുകളിൽ കൂടെ ഗൈഡുകളെ ഉപയോഗിച്ച് നമുക്ക് പ്രവേശനം ചെയ്ത് അങ്ങനെ ആരും കാണാത്ത കാഴ്ചകളുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രസമല്ലേ ശരിക്കും തുമ്പി. മൈസൂർ പാലസിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും മനോഹരമായ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കാൽനടയായാണ് ഞങ്ങൾ. അപ്പോൾ മൈസൂർ നഗരത്തിൻ്റെ ഒരു പ്രധാന ക്ലോക്ക് ടവറും ഞങ്ങൾക്ക് കാണാനായി സാധിക്കും. നാളെ ഞങ്ങൾ തലക്കാട് ക്ഷേത്ര സമുച്ചയവും സോമനാഥപുരവും കാണാനായാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ അതിൻ്റെ വീഡിയോസുമായി നമ്മളിപ്പോൾ ഇനിയും ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഞാൻ പോകുന്നു.